ഹായ്, എൻ്റെ പേര് ചൈതൻ. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBA സ്റ്റുഡൻ്റാണ്. ഞാൻ ലാസ്റ്റ് ഇയർ എജുപോർട്ടിൻ്റെ സൂപ്പർ 60 ബാച്ചിൽ ഒരു റിപ്പീറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എജുപോർട്ടിലെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും ടോപ്പ് ഫാക്കൽറ്റീസാണ്. ഇപ്പം ബോട്ടണിയുടെ സുധീർ സാറാണെങ്കിലും കെമിസ്ട്രിയുടെ ഋഷാദ് സാറാണെങ്കിലും അവരെല്ലാവരും സബ്ജക്റ്റിൽ എത്രമാത്രം വെൽ വേഴ്സ്ഡ് ആണ്. ഇപ്പം സുധീർ സാർ എന്ന് പറയുന്നത് NCERT എത്ര പ്രാവശ്യം വായിപ്പിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു, അതിൻ്റെ കറക്ഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത്. അവരുടെ ഒരു കോച്ചിങ് രീതിയിലൂടെ, അവരുടെ ഒരു മെൻറ്റർഷിപ്പിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയത്. അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവം സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്, എന്നാലും വളരെ കുറവായിരുന്നു. കാരണം ഇവിടുത്തെ സ്റ്റാഫായാലും ഇവിടുത്തെ ടീച്ചേഴ്സായാലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. അപ്പോൾ എന്താ പറയുക, ആ ഒരു ശരിക്കും സാധാരണ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ആ കാലഘട്ടം വളരെ എന്താ പറയുക സ്ട്രെസ്ഡ് ആണ്, ടെൻഷനാണ്, പിന്നെ കുറേ ആൾക്കാരെടുക്കുന്ന പ്രഷർ ഉണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഫ്രീ ആയിരുന്നു, റിലാക്സ്ഡ് ആയിരുന്നു, കുറേ എൻജോയ് ചെയ്യാൻ പറ്റി, കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്താ പറയുക, പരിപാടിയാണെങ്കിൽ പരിപാടി ഫുൾ പരിപാടിയാണ്. എല്ലാം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദീപാവലിൻ്റെ ഇവൻ്റ് ആണെങ്കിലും ഹാലോവീൻ്റെ ഇവൻ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അക്കാഡമിക്കലി നോക്കുമ്പോൾ സംഭവം ടഫാണെന്ന് ചോദിച്ചാൽ ടഫല്ല, പക്ഷേ വാസ്റ്റാണ്, കുറേ പഠിക്കാനുണ്ട്. ഇപ്പോൾ അനാട്ടമി ആണെങ്കിലും ഫിസിയോളജി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും കുറേ പഠിക്കാനുണ്ട്. പക്ഷേ ഇതൊന്നും ടഫാണെന്ന് ഒരിക്കലും പറയില്ല, വാസ്റ്റാണ്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പരിപാടികളെ കൂടെ തന്നെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റും. ഓവറോൾ അടിപൊളിയാണ് ശരിക്കും. ഈസി ആണെന്ന് ചോദിച്ചാൽ ഈസി അല്ല, കാരണം അതൊരു വലിയൊരു ഗ്യാപ്പ് തന്നെയായിരുന്നു. അതെനിക്ക് അറിയായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ എനിക്ക് അറിയായിരുന്നു ആ ഗ്യാപ്പ് വലുതാണ്. കാരണം സ്റ്റാർട്ടിംഗ് സ്കോർ 252 ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇത്ര ഒരു ഹൈ സ്കോറിലേക്ക് എത്തണമെങ്കിൽ എഫേർട്ട് വേണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നം വന്നത് ഈ മാത്സിലായിരുന്നു. മാത്സ് കാൽക്കുലേഷൻസ്, ഫിസിക്സിൽ കാര്യമായിട്ട് മാത്സ് വേണം. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ഒരു 3 months കാര്യമായിട്ട് എഫേർട്ട് ഇട്ടു. അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ ബേസിക് കാൽക്കുലേഷൻസ് മുതൽ തന്നെ എന്നെ പഠിപ്പിച്ച് തുടങ്ങി. അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആദ്യത്തെ ഒരു 3 മാസം ഞാൻ എഫേർട്ട് ഇട്ടു. അങ്ങനെ ആ ഫിസിക്സിൻ്റെ ആ കാൽക്കുലേഷൻ പാർട്ട് ഞാൻ ക്രാക്ക് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് കുറച്ചൊന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ വീണ്ടും ബാക്കിയുള്ള അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുത്തത്. ആദ്യത്തെ കുറച്ച് കാലം കാൽക്കുലേഷൻ പാർട്ട് ശരിയാക്കാൻ വേണ്ടി ഫിസിക്സ് കുറച്ച് കൂടുതൽ പഠിച്ചെങ്കിലും ബാക്കിയുള്ള പിന്നെ അത് സെറ്റായതിന് ശേഷം ബാക്കിയുള്ളതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ പഠിച്ചു വന്നു. 663 എത്താൻ വേണ്ടി പറ്റി. എജുപോർട്ടിൻ്റെ എക്സാം സിസ്റ്റം ആ ലാസ്റ്റ് നടന്ന സീരീസ് എക്സാം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇത്ര ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു ടെസ്റ്റ് നടക്കും. ഒരു വീക്കിൽ 2 ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ട് നടക്കുന്നത് സൺഡേ നടക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് നമുക്ക് റിവിഷൻ കുറേ കൂടി എളുപ്പമായി. നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പഠിക്കണോ അത് പഠിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ മാറി കിട്ടി. കാരണം ഇവർ ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ഫോളോ ചെയ്തു. അത് തന്നെ പഠിച്ചു വന്നു, അത് തന്നെ ഫോളോ ചെയ്തു. പിന്നെ ക്യുമുലേറ്റീവ്സിന് ശേഷം ഫുൾ മോഡലായിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു 10 എക്സാംസ് ഉണ്ടായിരുന്നു, ഫുൾ മോഡൽ നീറ്റ് ടെസ്റ്റ്. അപ്പോൾ അത് എഴുതിയല്ലോ, അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. അത് കാരണമാണ് സത്യം പറഞ്ഞാൽ ആ എക്സാം എത്ര നമ്മൾ എക്സാം എഴുതുന്നോ അത്രയും നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആവും. മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ തെറ്റുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് തെറ്റിയത്, അത് തെറ്റാനുള്ള കാരണം, അതിനെ എങ്ങനെ ശരിയാക്കാം, അതിൽ അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യുക. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന രീതി കറക്റ്റാണെങ്കിൽ ഈ ടൈം ധാരാളമാണ്. അപ്പോൾ ഷോർട്ട് ടൈമിൽ മാക്സിമം എഫേർട്ട് ഉണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ പറയാം. തിയറീൻ്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പം തിയറി നമ്മൾ മാക്സിമം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സമയം കൊണ്ട് പഠിക്കുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ടോപ്പിക്ക് എത്രമാത്രം മനസ്സിലായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, ഷോർട്ട് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. അതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന ടൈം. കോൺഫിഡൻ്റ് ആയിരിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിന് ആകെ കുറച്ച് ടൈമേ ഉള്ളൂ. കുറച്ച് ടൈം മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്. ദാറ്റ്സ് ഇറ്റ്.